കാലം കർത്താവിൻ്റെ ബലമുള്ള കരത്തിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് വേദഭാഗം വായിക്കാം. യാക്കോബ് എഴുതിയ ലേഖനം, സ്തോത്രം, 2-ാം അധ്യായം 14-ാം വാക്യവും അതിൻ്റെ 20-ഉം 21-ഉം വാക്യവും നമുക്ക് ചേർന്ന് വായിക്കാം. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യവും 20-ഉം 21-ഉം 22 വാക്യവും എടുത്തവർക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായം 14-ാം വാക്യം: സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? 20: വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവൻ്റെ പ്രവൃത്തിയുടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായെന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും ജീവിതത്തിൽ ലജ്ജിതരായി തീർന്നിട്ടില്ല. അവർ പരാജയപ്പെട്ടിട്ടുമില്ല. കാരണം എൻ്റെ കർത്താവ് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയാളിയായി നമുക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ സ്വർഗത്തിലേക്ക് പോയിരിക്കുന്ന കർത്താവ് വീണ്ടും വരും എന്ന് നാം വിശ്വസിക്കുന്നത് കൊണ്ടും ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത നമ്മിൽ വെളിപ്പെട്ടത് കൊണ്ടുമാണ് നാം ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് നാം പരിശോധിച്ച് വേണം ഓരോ ദിവസവും മുൻപോട്ട് കടന്നു പോകുവാൻ. വചനം പറയുന്നു, വ്യക്തമായി പറയുന്നത്, മനുഷ്യൻ്റെ പ്രവൃത്തി കണ്ടിട്ട്, സ്തോത്രം, നമുക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു തലത്തിലൂടെ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഈ നല്ല രാത്രികാലം വ്യക്തമായി പറയട്ടെ, എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവ് പറയുന്ന വചനപ്രകാരം യാത്ര ചെയ്ത ഒരു വ്യക്തിയും ഭൂമിയിൽ നശിച്ചു പോയിട്ടില്ല. അവർ തകർന്നു പോയിട്ടില്ല. അവരുടെ ജീവിതത്തിൽ നന്മ അനുഭവിക്കുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നല്ല രാത്രിയിൽ നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് ഇന്നൊന്ന് പരിശോധിക്കാൻ ഞാൻ നിങ്ങളോട് പറയുക. സ്തോത്രം. നോക്ക്, യേശുവിൻ്റെ ജീവിത യാത്രയിൽ, സ്തോത്രം, പലപ്പോഴും യേശു ചെന്ന് വിശ്രമിക്കുന്ന ഒരു ഭവനമായിരുന്നു ബെഥാന്യയിലെ ലാസറിൻ്റെ ഭവനം. സ്തോത്രം. ബെഥാന്യയിലെ ലാസറിൻ്റെ ഭവനം യേശുവിനെ 2 കരവും നീട്ടി സ്വീകരിച്ചത് കൊണ്ട് യേശുവിന് വലിയ സന്തോഷമുണ്ടായി. പക്ഷേ ആ ഭവനത്തിനകത്ത് ഒരു കഷ്ടം കടന്നു വന്നപ്പോൾ യേശു അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, നാം പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: യേശു എൻ്റെ സങ്കടങ്ങൾ കാണുന്നില്ല, യേശു എൻ്റെ ഹൃദയത്തിൻ്റെ ചിന്താഗതികൾ അറിഞ്ഞിട്ടും എന്നെ സ്നേഹിക്കാതെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക. എന്നാണ് എൻ്റെ കഷ്ടങ്ങൾക്കും എൻ്റെ കണ്ണുനീരിനും ഒരു മറുപടി ലഭിക്കുന്നത്? കർത്താവേ, നീ എന്നെ മറന്നു കളഞ്ഞുവോ എന്ന് ചിന്തിച്ചുകൊണ്ട് പലപ്പോഴും നെടുവീർപ്പിടുന്ന പ്രിയ ദൈവ പൈതലേ, ഈ നല്ല രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ കർത്താവ് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ ചേർത്ത് പിടിച്ചു എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ നല്ല രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. സ്തോത്രം. ലാസറിൻ്റെ ഭവനത്തിനകത്ത് കർത്താവ് പോകുക പതിവായിരുന്നു. എന്നാൽ ലാസർ ദീനമായി കിടന്നപ്പോൾ, സ്തോത്രം, സഹോദരിമാർ പറഞ്ഞു, കർത്താവേ, അവൻ മരിച്ചു പോകും. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഇല്ല, അവൻ മരിക്കുകയില്ല. സ്തോത്രം. എന്നാൽ യേശു പറഞ്ഞു, മരിക്കുകയില്ല, അവൻ ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുമെന്ന്. എന്നാൽ യേശു അവിടം വിട്ടു പോയപ്പോൾ ലാസർ മരിച്ചു. സ്തോത്രം. ലാസർ മരിച്ചു. സ്തോത്രം. ഈ നല്ല പകൽ പറട്ടെ, യേശു നിൻ്റെ കൂടെയുണ്ടെങ്കിൽ മരണമല്ല നിൻ്റെ ജീവിതത്തിൽ വരുന്നത്, ജീവനാ വരുന്നു. സ്തോത്രം. കാരണം എൻ്റെ യേശു കർത്താവ് നിന്നെ മരണത്തിൻ്റെ അഗാധ കൂപത്തിൽ നിന്ന് കരം നീട്ടി പിടിച്ച് ക്രിസ്തു ആകുന്ന പാറമേൽ ഉറപ്പുള്ളവനാക്കി നിർത്തിയെങ്കിൽ, സ്തോത്രം,
എൻ്റെ കർത്താവ് നിന്നെ തള്ളിയിട്ട് പോകത്തില്ല. പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, കൊടുങ്കാറ്റും പെരുങ്കാറ്റും ആഞ്ഞടിക്കുമ്പോൾ നീ തകർന്നു പോകുമെന്ന് ഒരു പക്ഷേ നിനക്ക് തോന്നാം. നീ തനിച്ചായി പോകുമെന്ന് നിനക്ക് തോന്നാം. ഇല്ല കുഞ്ഞ്, ലോകം മുഴുവനും നിനക്കെതിരെ നിന്നാലും എൻ്റെ കർത്താവ് നിൻ്റെ കൂടെ അനുകൂലമായിട്ടുണ്ടായിരിക്കും. ആ വിശ്വാസം നിൻ്റെ അകത്തുണ്ടാവണം. കാരണം ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ഭോഷനായിട്ട് ഒരു പക്ഷേ ലോകം നിന്നെക്കുറിച്ച് പറയും. പക്ഷേ എൻ്റെ ദൈവത്തിന് മുമ്പിൽ ശ്രേഷ്ഠനാക്കി കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ ലോകത്തിന് മുമ്പിൽ പരസ്യക്കൊലമാകുവാൻ എൻ്റെ കർത്താവ് നിന്നെ വിടത്തില്ലെന്ന് നീ വിശ്വസിക്കുക. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്നിൽ വന്ന് ഭവിക്കുവോളം എൻ്റെ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസത്തോടെ ദൈവത്തെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. നോക്ക്, വാഗ്ദത്തം കേട്ട അബ്രഹാം വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ചത് കൊണ്ട് അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടെങ്കിൽ നിന്നോടും എന്നോടും ചെയ്ത വാഗ്ദത്തം അതൊരിക്കലും മാറിപ്പോകത്തില്ല. അത് തക്ക സമയത്ത് വെളിപ്പെട്ട് വരും വരെയും ഒരനർത്ഥവും വരുത്താതെ അന്ത്യത്തോളം എന്നെ നടത്തുവാൻ എൻ്റെ കർത്താവ് ശക്തനാണെന്ന് വിശ്വസിച്ചിട്ട് മുഴുമഹത്വം ദൈവത്തിന് കൊടുക്ക്. മനുഷ്യൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ട്, മനുഷ്യൻ്റെ വിശ്വാസം കണ്ടിട്ട്, ലോകത്തിലെ മനുഷ്യർ പോകുന്നത് കണ്ടിട്ട് നീ നോക്കി നിരാശപ്പെടേണ്ട. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള ഉറപ്പും ധൈര്യവും നിന്റെ ഹൃദയത്തിനകത്തുണ്ടാവട്ടെ. ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി നടത്താമെന്ന് പറഞ്ഞ കർത്താവ് നിന്നെ നടത്തുക തന്നെ ചെയ്യും. യാക്കോബിൻ്റെ ലേഖനം സ്തോത്രം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം പറയുന്ന സ്തോത്രം ഇങ്ങനെ: പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണെന്ന്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നാം നോക്കേണ്ടത് മനുഷ്യനെ അല്ല, പിന്നെയോ സകലതും നന്ന് നിറയ്ക്കാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. സ്തോത്രം. എന്നിട്ട് പറയണം, കർത്താവേ, ഈ പ്രതികൂലത്തെ അതിജീവിപ്പാനുള്ള കൃപ നീ എനിക്ക് തരണം. ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ബലം നീ എനിക്ക് തരണം. ലോകം മുഴുവനും ചുറ്റുപാടുകൾ മുഴുവനും എനിക്കെതിരെ നിൽക്കുകയാണ്. മുൻപോട്ടൊരു സ്റ്റെപ്പ് പോലും സന്തോഷത്തോടെ വെക്കാൻ കഴിയാതെ ഞാൻ വല്ലാത്ത കഷ്ടത്തിലായിരിക്കുന്നു. എൻ്റെ ദൈവമേ, നീ മറന്ന് കളയല്ലേ എന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഒന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, എൻ്റെ കർത്താവ് നിന്നെ തള്ളിക്കളഞ്ഞിട്ട് പോകത്തില്ല. നിൻ്റെ കഷ്ടത്തിൻ്റെ നടുവിൽ നിന്നെ ചേർത്ത് പിടിച്ചിട്ട് പറയും, കരയണ്ട മോനെ, കരയണ്ട മോളെ, അന്ത്യത്തോളം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് എൻ്റെ കർത്താവ് പറയും. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, അബ്രഹാം തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളെ ഒന്ന് ശോധന ചെയ്യാൻ തീരുമാനിച്ചു. സ്തോത്രം. അബ്രഹാമിൻ്റെ ദൈവം പറയുക, അബ്രഹാമേ, വർഷങ്ങൾ കൊണ്ട് നീ കാത്തിരുന്ന് നീ പ്രാപിച്ച നിൻ്റെ തലമുറയെ എനിക്ക് യാഗമർപ്പിക്കുക. സ്തോത്രം. നോക്ക് ദൈവം എന്തോ ചോദിച്ചത്. സ്തോത്രം. നോക്ക്, വർഷങ്ങൾ 25 വർഷം കാത്തിരുന്ന സന്തതിയെ ദൈവത്തിനു വേണ്ടി യാഗമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ സ്തോത്രം, അബ്രഹാം ദൈവത്തോട് മറുതലിക്കാതെ ദൈവത്തിന് സൗരഭ്യവാസന യാഗമർപ്പിക്കുവാൻ അബ്രഹാം തയ്യാറായി. സ്തോത്രം. നോക്ക്, ആ കുഞ്ഞിൻ്റെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി അതിന് തറയെ വീഴാതെ അതിനെ കരത്തിൽ വഹിച്ച് കൊണ്ട് നടന്ന ആ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിനെ ദൈവത്തിന് യാഗമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ സ്തോത്രം, ഒരു മടിയും കാണിക്കാതെ അബ്രഹാം ഇസഹാക്കിനെ ദൈവത്തിന് വേണ്ടി യാഗമർപ്പിക്കാൻ തീരുമാനിച്ചു. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം പറഞ്ഞ്, നീ നിൽക്കുന്നിടത്തല്ല, ആ കാണുന്ന മോറിയ മലയിൽ കൊണ്ടുപോയി നീ യാഗമർപ്പിക്കണം. സ്തോത്രം. ഒരു എതിരുവാക്കും പറഞ്ഞില്ല. അബ്രഹാം ദൈവത്തിനു വേണ്ടി തൻ്റെ മകനെ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ സ്വർഗം കുറിച്ചിട്ടു, എന്ത് പറഞ്ഞാലും എൻ്റെ കുഞ്ഞ് എനിക്ക് വേണ്ടി ചെയ്യും. സ്തോത്രം. സ്വർഗത്തിലെ അപ്പന് മനസ്സിലായി, തൻ്റെ ദാസനായ അബ്രഹാം തൻ്റെ വാക്കിന് മറുതലിച്ച് പോകത്തില്ലെന്ന്. അതുകൊണ്ട് സ്വർഗം തീരുമാനിച്ചു, അവൻ ആ കുഞ്ഞിനെ യാഗമർപ്പിക്കുവാൻ കൊണ്ടുവരുമ്പോൾ തന്നെ അവന് വേണ്ടി ഞാൻ യാഗമാകും. സ്തോത്രം. നോക്കി, ഇന്ന് രാത്രികാലം പറയട്ടെ, നീ കരയുമ്പോൾ നിന്നോടുകൂടെ ചേർന്ന് കരയുന്നവനാ എൻ്റെ കർത്താവ്. ആ കരച്ചിലിനകത്ത് നിന്നെ തള്ളിയിട്ടച്ച് പോകുന്നവനല്ല, പിന്നെയോ ആ കരച്ചിലിൻ്റെ കണ്ണുനീര് തുടച്ചിട്ട് ആശ്വാസം നൽകിയിട്ട് കടന്നു പോകുന്നവനാ എൻ്റെ കർത്താവ്. നിൻ്റെ ജീവിതത്തിൽ നീ നേരിട്ടിട്ടുള്ള എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിപ്പാനുള്ള കൃപ ഇന്നുവരെയും സ്വർഗത്തിലെ ദൈവം നിനക്ക് തന്നെങ്കിൽ, സ്തോത്രം, രോഗം കടന്നു വന്നപ്പോൾ നീ ചിന്തിച്ചില്ലേ, ഈ രോഗത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടത്തില്ല,
സാമ്പത്തിക പ്രതിസന്ധി കടന്നു വന്നപ്പോൾ നീ ചിന്തിച്ചില്ലേ, ഈ സാമ്പത്തിക പ്രതിസന്ധിയെ എനിക്ക് മറികടക്കാൻ പറ്റത്തില്ല. നിൻ്റെ കുഞ്ഞിൻ്റെ ഭാവിക്കൊരു പൂർണ്ണത ലഭിക്കുമെന്ന് ആഗ്രഹിച്ചിട്ട് ആ പൂർണ്ണത അപൂർണതയായി മാറിയപ്പോൾ നീ പറഞ്ഞില്ലേ, ഇനി എൻ്റെ കുഞ്ഞിനൊരു ഭാവി ജീവിതം ഉണ്ടാകത്തില്ല. സ്തോത്രം. ഇത് പറയുമ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞതൊന്ന് കേൾക്കണേ. സ്തോത്രം. നീ ഇല്ല നീ എവിടെയൊക്കെ പറഞ്ഞോ അവിടെയെല്ലാം നിന്നെ കരം പിടിച്ച് നടത്തിയത് എൻ്റെ ദൈവമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കാൻ അവസരം ലഭിച്ചത്. സ്തോത്രം. ഇവിടെ വന്നത്. അങ്ങനെയെങ്കിൽ നീ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതും നനയ്ക്കുന്നതിലും ഉപരിയായി ദേശം കാണുമാറ്, നിന്റെ കുടുംബക്കാർ കാണുമാറ്, നിന്റെ കുഞ്ഞുങ്ങൾ കാണുമാറ് നീ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. അവർ പറയും, അപ്പാ അമ്മ നമ്മൾ കണ്ണുനീരോടെ വിതച്ചെങ്കിൽ ഇന്ന് ഈ കൊയ്യുന്നതെല്ലാം ദൈവം തന്ന നന്മയാണ്. ഈ ആർപ്പിൻ്റെ വിളി ദൈവം തന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഒരു നാളിലും ദൈവത്തെ വിട്ടച്ച് പോകാൻ ഇടവരല്ലേ എന്ന് പറഞ്ഞ് നിന്റെ തലമുറയും നിന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളും നിമിഷങ്ങളും ഉണ്ടെന്ന് നീ വിശ്വസിക്കാൻ ശ്രമിക്കും. സ്തോത്രം. യാക്കോബ് 1:13 വായിക്കാമോ? സ്തോത്രം. യാക്കോബ് 1:13. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതത്തിലൊരു പ്രതികൂലം വരുമ്പോൾ, ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ, ജീവിതത്തിലൊരു ഒറ്റപ്പെടൽ വരുമ്പോൾ, എല്ലാവരാലും ത്യജിക്കപ്പെട്ട തിരസ്കരിക്കപ്പെട്ടവളായി മാറുമ്പോൾ ദൈവമാണ് ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതെന്ന് പറഞ്ഞ് നീ ദൈവത്തെ കുറ്റം പറയരുത്. എൻ്റെ ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല. സ്തോത്രം. ഇന്ന് രാത്രികാലം പറയട്ടെ, പിശാച് അലറുന്ന സിംഹം പോലെ നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നീ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നിൻ്റെ അടുക്കൽ വന്നിട്ട് പല കാരണങ്ങൾ നിൻ്റെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ട് നിൻ്റെ പ്രാർത്ഥന ഇല്ലാതാക്കാൻ ശ്രമിക്കും, നിൻ്റെ വിശ്വാസ ജീവിതത്തെ പതറിക്കാൻ ശ്രമിക്കും, നിൻ്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത തല്ലിക്കെടുത്താൻ കൊണ്ടുവരും. ആ സമയങ്ങളിലൊന്നും നിൻ്റെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. സ്തോത്രം. പ്രതികൂലത്തിന് നടുവിലും ഉറപ്പും ധൈര്യമുള്ളവളായി നിൽക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, സ്തോത്രം, കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ വഴികളെ തുറക്കുമ്പോൾ കുറ്റം പറഞ്ഞവരും പരിഹസിച്ചവരും നിന്ദിച്ചവരും നിന്നെ തേടി വരും. സ്തോത്രം. ഈ നല്ല രാത്രികാലം പറയട്ടെ, പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ടു പോയെന്ന് നിനക്ക് തോന്നിയാലും ഞാൻ പറയട്ടെ, 800 ചില്ലുവാനും മന്ത്രവാദികളും രാജാക്കന്മാരും രാജാവിൻ്റെ പ്രജകളും കർമ്മേലിൻ്റെ കൊടുമുടി നിൽക്കുമ്പോൾ ഏലിയാവിനൊരു ഉറപ്പുണ്ട്, ഞാൻ തനിച്ചല്ല, എന്നോടുകൂടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുണ്ടെന്ന്. ഈ നല്ല രാത്രികാലം പ്രിയ ദൈവ പൈതലേ, ദൈവമക്കളെ, നിങ്ങളോട് പറയട്ടെ, നിന്നെ എന്ന് കർത്താവ് വിളിച്ചോ, എന്ന് നീ അവൻ്റെ പൈതലായി തീർന്നോ, അന്നു മുതൽ നീ മാത്രമല്ല, നിന്നോടുകൂടെ സർവശക്തനായ ദൈവമുണ്ട്. എവിടെ പോയാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം അവൻ കാത്തു പരിപാലിപ്പാൻ ശക്തനെന്ന്. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം പറയട്ടെ, നിന്നെ അനാഥനായി വിടാതെ അന്ത്യത്തോളം കരം പിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ കരം വിട്ടേച്ച് പോകാതെ ആ കർത്താവിൻ്റെ കരത്തിൽ നിന്ന് മുറുകെ ഒന്ന് പിടിച്ച് നിന്ന് നോക്ക്. പാട്ടുകാരൻ പാടിയൊരു പാട്ടുണ്ട്, എൻ്റെ കീറുവസ്ത്രം എന്നു മാറും, എൻ്റെ വെള്ളവസ്ത്രം എന്നു കിട്ടും, എൻ്റെ ചെറ്റപ്പൂര എന്നു മാറും, എൻ്റെ അക്കരെ വീട്ടിൽ ഞാൻ എന്നു ചേരും. ഗബ്രിയേലേ മിഖായേലേ എൻ്റെ പ്രിയനിങ്ങോട്ടെപ്പോൾ വരും, ബാഖായുടെ താഴ്വരയിൽ ക്ഷീണിതനായി തീർന്നിടല്ലേ. സ്തോത്രം. തൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങലുകൾ മുഴുവനും ദൈവത്തിനു ഭക്തൻ പാട്ടായി പാടുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെ കേട്ടുകൊണ്ടിരുന്നിട്ട് നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നില്ല കുഞ്ഞെ. കാരണം ഹൃദയത്തിനകത്തുനിന്ന് ഉയർന്നത് പാട്ടായിരുന്നില്ല, തേങ്ങലുകളായിരുന്നു. സ്തോത്രം. തൻ്റെ സങ്കടം പൊട്ടി പുറത്തു വന്നത് പാട്ടായി പാടിയപ്പോൾ സ്വർഗത്തിലെ അപ്പന് സ്വർഗത്തിൽ അടങ്ങിയിരിപ്പാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രികാലം നിന്റെ അകത്തുനിന്ന് ഉയരുന്ന സ്തുതിയും സ്തോത്രവും ആരാധനയും കണ്ടിട്ടും കേട്ടിട്ടും എൻ്റെ കർത്താവ് ഒരു പക്ഷേ മൗനമായിരിക്കുന്നുവെന്ന് നിനക്ക് തോന്നാം. ഇല്ല കുഞ്ഞേ, എൻ്റെ കർത്താവ് സ്വർഗത്തിലല്ല, ഇപ്പോൾ നിന്റെ ചാരത്തുണ്ട്, നിന്റെ അടുത്തുണ്ട്, നിന്റെ ഹൃദയത്തിൻ്റെ തേങ്ങലുകളെ തൊട്ടറിയുന്നുണ്ട്. ഇന്ന് രാത്രികാലം ആ ദൈവത്തിൻ്റെ മഹത്വം നിന്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. വിശ്വാസത്തോടെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്ക്, അഭിഷേകത്തോടെ ദൈവത്തെ സ്തുതിക്ക്.
അന്യഭാഷയിൽ ദൈവത്തിന് മഹത്വം കൊടുക്ക്. നീ തോറ്റവനല്ല, നീ തോറ്റവന്റെ പൈതലല്ല. മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാ നീ. നീ പറയുന്നത് സംഭവിക്കും. നീ ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന സമയം വരെയും ഒരനർത്ഥവും വരുത്താതെ കാക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. അതുകൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്ക്. പലരും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന എഴുന്നേറ്റ് വരും. നമ്മൾ ആഗ്രഹിക്കുന്ന അളവിൽ നമുക്ക് മുന്നേറാൻ കഴിയാതിരിക്കുമ്പോൾ പലരും പറയും, ഇല്ലടാ തീർന്നു, ഇല്ലടി കുഞ്ഞെ തീർന്നു, ഇത്രയൊക്കെ ഉള്ളൂ. കാരണം നീ നോക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ശൈലി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. നീ ഇത്രയും കാലം പാടി, നീ ഇത്രയും കാലം പ്രാർത്ഥിച്ചു, ഇത്രയും കാലം നീ ആലയത്തിൽ പോയി, എന്നിട്ടും നിനക്കൊരു നന്മ ഇല്ലല്ലോ, നിനക്ക് ഒരു സന്തോഷത്തെ ഞാൻ കാണുന്നില്ലല്ലോ. സ്വത്രം. എന്നാൽ പ്രിയ ദൈവ പൈതലേ, ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നീ പറയണം, എനിക്ക് ലോകം കാണുന്ന സന്തോഷമല്ല, എനിക്കെൻ്റെ ഹൃദയത്തിനകത്തെ സന്തോഷമാണ്. അത് ലോകത്തെ കാണിക്കാനുള്ള അല്ല, എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ളതാ. ലോകർ വീണ് കിടക്കുമ്പോൾ, ലോകർ നിലവിളിക്കുമ്പോൾ എനിക്കൊന്ന് പറയുവാനുണ്ട്, ഞാൻ സന്തോഷവതിയാ, ഞാൻ സന്തോഷവാനാണ്. കാരണം എനിക്കൊരനർത്ഥവും വരുത്താതെ, ഒരാപത്തും വരുത്താതെ എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും സുരക്ഷിതമായി കാത്ത എൻ്റെ ദൈവത്തിന് സന്നിധിയിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് നിന്റെ നാവിൽ നിന്ന് പുറത്തു പറയുമ്പോൾ, പിശാച് അത് കേട്ട് ഭയപ്പെടുവാനിടയായി തീരും, പിശാച് പേടിക്കുവാനിടയായി തീരും. നീ ദൈവത്തിന് മഹത്വമുള്ളവളായി നിൽക്കുമ്പോൾ ലോകം നിന്റെ കൂടെ വരും. സ്തോത്രം. തോട്ടിൻ്റെ കരയിൽ ഇരിക്കുന്ന ഏലിയാവിൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വിശ്വാസമുണ്ട്. ഇവിടുത്തോളം എന്നെ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇവിടെ നിന്ന് ഇനിയും കൊണ്ടുപോകുവാനും ദൈവത്തിന് കഴിയും. സ്തോത്രം. ഇവിടുത്തോളം എന്നെ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇവിടെ നിന്ന് മുൻപോട്ട് കൊണ്ടുപോകുവാനും എൻ്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പലപ്പോഴും മരണകരമായ രോഗം പിടിപെട്ടു. സ്തോത്രം. വഴിയിൽ വീണ് തകർന്നു പോകാമായിരുന്നു. കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പാൻ കഴിയാതെ കിടക്കയിൽ ആണ്ട് കിടക്കാമായിരുന്നു. എന്നാൽ അവിടെ ഒന്നും വിട്ടുകൊടുക്കാതെ ആരോഗ്യവും ബലവും തന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിപ്പാൻ ആഹാരം, ഉടുപ്പാൻ വസ്ത്രവും, ജീവിപ്പാനുള്ള ദൈവകൃപയും തന്ന് ഇന്നയോളം നിന്നെ കൊണ്ടുവന്ന ദൈവമുണ്ടല്ലോ. ഇനിയും നിന്നെ മുൻപോട്ട് കൈപിടിച്ച് നടത്താൻ മതിയായവനാ. നീ തോറ്റു പോകാൻ എൻ്റെ ദൈവം വിടത്തില്ല. നീ തകർന്നു വീഴുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. മാൻപേടയ്ക്ക് തുല്യമായ കാലുകളെ നൽകി ബലമുള്ളവളാക്കി നിന്നെ അധിക ദൂരം ഓടേണ്ടതിന് നിനക്ക് പുതുബലവും പുതുശക്തിയും തരും. സ്വത്രം. പാട്ടുകാരൻ ഇങ്ങനെ പാടി, ക്ഷാമത്താലി ക്ഷോണിയെങ്ങും ക്ഷീണമാകുമ്പോൾ എനിക്കെത്തിടാത്ത നിക്ഷേപമുണ്ട് എൻ്റെ പ്രിയനിൽ, എന്നെ പോറ്റിടും എൻ്റെ രക്ഷകൻ. സ്തോത്രം. പാട്ടുകാരൻ പാടിയത് സ്തോത്രം തന്നെ പുലർത്തിയ ദൈവത്തിൻ്റെ കരുതലുകളെ ഓർത്തിട്ടാ. സ്തോത്രം. തന്നെ പുലർത്തിയ ദൈവത്തിൻ്റെ ആ കരുതലുകളെ ഓർത്തട്ട പാട്ടുകാരൻ സന്തോഷം കൊണ്ട് പാടിയത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എന്നെ പോറ്റുന്നവൻ എന്നെ പുലർത്തുവാനും ശക്തനാണെന്ന് സ്തോത്രം നാം ഒന്ന് തിരിച്ചറിയണം. സ്തോത്രം. നോക്ക്, കാക്കയുടെ വരവ് നിന്നു, തോട്ടിലെ വെള്ളം വറ്റി, അവിടം കൊണ്ട് തീർന്നിട്ട് സ്തോത്രം മതി ഏലിയാവേ, ഇനിയിപ്പോൾ രാജാവിന് മുമ്പിൽ ചെല്ല്, മാപ്പ് പറ എന്ന് പറഞ്ഞില്ല ദൈവം. പിന്നെയോ സ്തോത്രം, തോട് വറ്റിയിട്ടും കാക്കയുടെ വരവ് നിന്നിട്ടും ദൈവത്തിൻ്റെ മഹത്വം നിന്നില്ല. സ്തോത്രം. തോട് വറ്റിയിട്ടും കാക്കയുടെ വരവ് നിന്നിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നില്ല. സ്തോത്രം. കാക്കയുടെ വരവ് നിന്നിട്ടും തോട്ടിലെ വെള്ളം വറ്റിയിട്ടും ദൈവത്തിൻ്റെ വാക്തത്വം നിന്നില്ല. സ്തോത്രം. ഈ നല്ല പകലിൽ പറയട്ടെ, എല്ലാം പ്രതികൂലമാകും, എല്ലാവരും നിന്നെ കൈവിടും, പക്ഷേ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകും. സ്തോത്രം. കാരണം എൻ്റെ കർത്താവ് ഏകനായ മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാ. പാട്ടുകാരൻ ഇങ്ങനെ പാടി, എല്ലാം പ്രതികൂലം ആയിടിലും എല്ലാരും എന്നെ കൈവിട്ടിടിലും ഇയ്യോബിൻ്റെ ദൈവമേ നീ മാത്രമേ ആശ്രയമാണ് എനിക്ക് എന്നെന്നുമേ ഈ ധരണിയതിൽ. സ്തോത്രം. എല്ലാം പ്രതികൂലമായിരിക്കും, പക്ഷേ യോബിനെ കരുതിയ ദൈവം നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും കരുതുവാൻ ശക്തനാണെന്ന് വിശ്വസിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. നോക്ക്, ഏലിയാവിനോട് സ്വർഗം പറയുക, ഏലിയാവേ നിന്നെ പുലർത്തേണ്ടതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം.
സ്തോത്രം. വഴി അടഞ്ഞോ? ഇല്ല. വഴിയിൽ തടസ്സങ്ങൾ വന്നോ? ഇല്ല. തടസ്സങ്ങളെ മാറ്റി പുതിയ പാത വെട്ടി തുറന്ന് സർവശക്തനായ ദൈവം ആ ആഹാബിൻ്റെ കണ്ണിന് മുമ്പിൽ കൊണ്ടെത്തിക്കാതെ സ്തോത്രം സാരാപത്തിലെ വിധവയുടെ അടുക്കൽ കൊണ്ടെത്തിച്ചെങ്കിൽ, സ്തോത്രം, ഇല്ല എന്ന് പറഞ്ഞ വിധവയുടെ കലത്തിനകത്ത് മാവ് കുറയാതെ കലശത്തിൽ എണ്ണ കവിഞ്ഞ് ഒഴുകുമാറ് നിറച്ചട്ട സ്വർഗത്തിലെ ദൈവം ഏലിയാവിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചതെങ്കിൽ, സ്തോത്രം, അവൻ ചെന്നെടുത്ത് കരയേണ്ടി വന്നില്ല, ചെന്നെടുത്ത് പട്ടിണി കിടക്കേണ്ടി വന്നില്ല, ചെന്നെടുത്ത് നിരാശപ്പെട്ട് കരം നീട്ടി ഇല്ല എന്ന് പറയേണ്ടി വന്നില്ല. ഇല്ല എന്ന് പറഞ്ഞവർക്ക് കൂടി ഉണ്ടാക്കി കൊടുക്കുവാനാണ് സ്വർഗത്തിലെ ദൈവം ഏലിയാവിനെ അവിടേക്ക് അയച്ചത്. ഈ രാത്രികാലം പറയട്ടെ, ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നിന്റെ ഇല്ലായ്മകളെ മാറ്റിയാണെങ്കിൽ ഇനിയും തരാൻ പോകുന്ന ദൈവത്തിൻ്റെ നന്മയും മഹത്വമുണ്ടല്ലോ, അതാർക്കും വർണ്ണിച്ചുകൂടാൻ കഴിയാത്തതാ, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതാ. അതെൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി വച്ചിരിക്കുമ്പോൾ നീ എന്തിന് അധൈര്യപ്പെടണം? സ്തോത്രം. വിശ്വാസത്തോടെ ദൈവത്തോട് പറ, കർത്താവേ, മരിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി, ജീവിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി. സ്തോത്രം. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുമേ. സ്തോത്രം. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ കുഞ്ഞ് നീ ഒരു ഭോഷനായിരിക്കും. ലോകക്കാർ നിന്നെ പല കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തും. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലുണ്ടല്ലോ, നിന്നെപ്പോലെ ശ്രേഷ്ഠനായ, നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട, നിന്നെപ്പോലെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മറ്റൊരു വ്യക്തി ഇല്ലെന്ന് നീ മനസ്സിലാക്കണം. സ്തോത്രം. നോക്ക്, സറാപത്തിലെ വിധവ നോക്ക്, ഏലിയാവിനോട് പറയുന്നൊരു വാക്കൊന്ന് കേട്ടേ. സ്തോത്രം. എൻ്റെ പാപത്തെ ഓർമ്മിപ്പിക്കാനാണോ നീ ഇവിടെ കടന്നു വന്നത്? എൻ്റെ കുഞ്ഞിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനാണോ നീ ഇവിടേക്ക് കടന്നു വന്നത്? ഇങ്ങനെ ആയിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ പടിയിൽ പോലും ഞാൻ നിന്നെ കയറ്റത്തില്ലായിരുന്നു. സ്തോത്രം. സ്തോത്രം. ഇതൊന്നും ആയിരിക്കത്തില്ല പറഞ്ഞത്, ഞാൻ അത്ര മാത്രമേ പറയുന്നുള്ളൂ. സ്തോത്രം. അതിനും അപ്പുറത്ത് പറഞ്ഞു കാണും. സ്തോത്രം. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ എല്ലാം ഒന്നും എഴുതാൻ പറ്റാത്തതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. സ്തോത്രം. പക്ഷേ അത് കേട്ടപ്പം ഏലിയാവ് പറ്റിപ്പോയി, സംഭവിച്ചു പോയി, അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്ന് ഏലിയാവ് ചിന്തിച്ചില്ല. നമ്മളിൽ പലരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അയ്യോ അവരങ്ങനെ പറഞ്ഞു, അയ്യോ ഇവരിങ്ങനെ പറഞ്ഞു, അയ്യോ ദേശം മുഴുവനും അങ്ങനെയാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇനി പോവുക, ഇനി അങ്ങോട്ടില്ല. സ്വത്രം. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നുവെങ്കിൽ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ എന്ത് പ്രതികൂലം നിന്റെ ജീവിതത്തിന് രാഞ്ഞടിച്ചാലും അതിനെ നോക്കി ഭയപ്പെടാതെ അതിന് നേരെ യുദ്ധം ചെയ്യുന്നവനെ പോലെ ഒരു നല്ല പടയാളിയായി നീ മുന്നോട്ട് ചെല്ലണം. കാരണം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിനക്ക് നായകനായി മുൻപിലുണ്ടാകും. സ്തോത്രം. ആരാ ഉള്ളത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിൻ്റെ മുമ്പിൽ നായകനായി ഉണ്ടാകും. അതുകൊണ്ടാണ് സ്തോത്രം, ഗോലിയാത്തിൻ്റെ വെല്ലുവിളിയുടെ മുമ്പിൽ ദാവീദ് കുലുങ്ങാതെ നിന്നത്. സ്തോത്രം. ഇന്ന് രാത്രികാലം പറയട്ടെ, എന്ത് പ്രതിസന്ധി കണ്ടാലും, എന്ത് പ്രതികൂലം കണ്ടാലും ഞാൻ ഭയപ്പെടാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? എനിക്കൊരുറപ്പുണ്ട്, എന്നെ ഇവിടുത്തോളം കൊണ്ടുവന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണെന്ന്. സ്തോത്രം. എന്നെ വീണ്ടെടുത്ത എൻ്റെ കർത്താവാണ് എന്നെ ഇവിടുത്തോളം കൊണ്ടുവന്ന് ഈ ദിവസം വരെ നിർത്തിയത്. അങ്ങനെയാണെങ്കിൽ അടുത്ത നിമിഷവും അടുത്ത ദിവസവും തുടർന്നുള്ള നാളുകളിലും എന്നെ കൈപിടിച്ച് നടത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട്, സ്തോത്രം, എന്തെല്ലാം പ്രതികൂലം വന്നാലും കർത്താവിൻ്റെ പിന്നാലെ, പാട്ടുകാരൻ പാടുക, സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് അതിന് കഴിയും എന്നെനിക്കറിയത്തില്ല. പക്ഷേ നമുക്ക് നോക്ക്, എല്ലാ നിലയിലും ഒറ്റപ്പെട്ടവനായി, എല്ലാ നിലയിലും തകർക്കപ്പെട്ടവനായി, സ്തോത്രം, എല്ലാവരുടെ മുമ്പിൽ നിന്ദയ്ക്കും പരിഹാസത്തിനും പാത്രീഭൂതനായി, സ്തോത്രം, കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ഏലിയാവ് നിൽക്കുമ്പോൾ 800 ചില്ലുവാനം മന്ത്രവാദികളും അശേരാ പ്രവാചകന്മാരും രാജാവും രാജഭൃത്യന്മാരും ഒക്കെ നിന്നിട്ട് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇവനെ തകർത്ത് ഇവൻ്റെ ദൈവത്തിൻ്റെ നാമം ഈ ദേശത്ത് ഉയർത്തപ്പെടാതിരിക്കണമെന്ന് അവനെ ഇവിടെ വെച്ച് മുടിച്ച് കളയാം. അതുകൊണ്ട് അയ്യോ എൻ്റെ മന്ത്രവാദികളെ, ശകുനവാദികളെ, നിങ്ങൾ വേഗം ബാലിനെ വിളിക്ക്, അവനെ ഇവിടെ തകർക്കണം.
സ്വത്രം. ആഹാബിൻ്റെ അകത്ത് ഭയങ്കര ശൗര്യമുണ്ട്. ആരോട്? ഏലിയാവിനോട്. കാരണം ദേശം മുഴുവനും ക്ഷാമം വരുത്തിയിട്ട് പോയവനാ. സ്വത്രം. അവൻ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കുകയിൽ അവൻ്റെ ദൈവത്തേക്കാൾ വലിയൊരു ദൈവമാണ് എൻ്റെ ദൈവമെന്ന് തെളിയിക്കേണ്ടതിന് ആഹാബ് സന്തോഷത്തോടെ പറയുക, നിങ്ങൾ വിളിക്ക്, ബാല് വരട്ടെ, അവൻ്റെ തല ഇന്ന് തകർക്കാം. സ്വത്രം. രാവിലെ മുതൽ ഉച്ച വരെ കടന്ന് സ്വത്രം. ബാലേ എഴുന്നേറ്റ് വരിക, ബാലേ എഴുന്നേറ്റ് വരിക, യാഗപീഠത്തിന്മേൽ തീ കത്തിക്കുക, യാഗപീഠത്തിന്മേൽ തീ കത്തിക്കുക. സ്വത്രം. കത്തിയില്ല. സ്വത്രം. എന്താ കത്താഞ്ഞത്? സ്വത്രം. ബാലിന് ശക്തിയില്ലാഞ്ഞിട്ടാണോ? സ്തോത്രം. അല്ല. പിന്നെ എന്തുകൊണ്ട് കത്തിയില്ല? ദൈവം തിരഞ്ഞെടുത്ത ഏലിയാവ് ആ കർമ്മേലിൻ്റെ കൊടിവിൽ നിൽക്കുന്നത് കൊണ്ടാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഭവനത്തിനകത്ത് ശത്രു കടക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? മരണം കടന്നു വരാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? തകർന്നു പോകാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്നെ വിളിച്ച കർത്താവ് നിനക്ക് ദൂതന്മാരെ കൊണ്ട് കാവൽ നിർത്തിയിരിക്കുന്നത് കൊണ്ടാ. നിന്നെ തെരഞ്ഞെടുത്ത കർത്താവ് നിനക്ക് കാവലായി ദൂതന്മാരെ ആക്കിയിരിക്കുന്നത് കൊണ്ടാ. അതുകൊണ്ടാ കുഞ്ഞ് നീ നിലനിൽക്കുന്നത്. സ്തോത്രം. നീ കരയുമ്പോൾ നിന്റെ കണ്ണുനീരിന് മറുപടിയായി സ്വർഗം കടന്നു വന്ന് നിന്നെ നിറയ്ക്കുന്നത് കൊണ്ടാ നീ നിൽക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് മുഴുമഹത്വവും ദൈവത്തിന് കൊടുക്ക്. സ്വത്രം. ദൈവത്തിൻ്റെ വചനം നമ്മൾ വ്യക്തമായി പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിനു വേണ്ടി ആര് നിന്നിട്ടുണ്ടോ അവരെല്ലാം ദൈവം ഉയർത്തിയിട്ടുണ്ട്. സ്തോത്രം. നോക്ക്, കർമ്മേലിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഏലിയാവ്. സ്വത്രം. ആഹാബിൻ്റെ മന്ത്രവാദികളും ശകുനവാദികളും അവിടെ നിന്ന് ശരീരം മുറിച്ച് രക്തമൊലിപ്പിച്ച് ബാലിനെ വിളിക്കുമ്പം ഏലിയാവ് ഒരു തമാശ രൂപേണ പറഞ്ഞ ഒരു കാര്യം നമുക്ക് തിരുവചനം പഠിച്ചാൽ അവിടെ കാണാൻ കഴിയും. പക്ഷേ ഏലിയാവിനൊന്നറിയാം, ഈ പിശാച് വെളിപ്പെടാത്തത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. സ്വത്രം. 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 പ്രിയ ദൈവ പൈതലേ, നീ കർത്താവിൽ ആശ്രയിച്ചാണ് വന്നതെങ്കിൽ, നീ കർത്താവിനോട് കൂടെയാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവ് നിനക്ക് വേണ്ടി സകലതും നൽകി തരുമെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ വിശ്വാസത്തിന് ഒരിക്കലും ഭംഗം വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ലോകത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത നിന്നിൽ വെളിപ്പെട്ട് വരും. നിന്റെ തലമുറയും നീയും ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടതായി മാറും. ദേശം നിന്നെ അവകാശമാക്കി ദൈവം നിനക്ക് തരും. അതുകൊണ്ട് ഒരിക്കലും വിശ്വാസത്തിൽ പുറകോട്ട് നോക്കാതെ വിശ്വാസത്തിൽ മുൻപോട്ട് നോക്കി പറയണം, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. പാസ്റ്ററെ, പ്രസംഗമൊക്കെ നല്ലതാ പാസ്റ്ററെ. പാസ്റ്ററെ, വചനവും അത് ജീവനുള്ളതാ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ആഗ്രഹിച്ചിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന പോലൊരു പൂർണ്ണത എനിക്ക് കാണാൻ പറ്റുന്നില്ല പാസ്റ്ററെ. സ്വത്രം. സ്വത്രം. നമ്മളിൽ പലരും പറയാറുള്ള കാര്യമല്ല ഇത്. സ്വത്രം. എന്നിട്ട് ദൈവത്തിങ്കിലേക്ക് നോക്കിയിട്ട് പറയും, കർത്താവേ, അവരും ഇവരും എല്ലാം വേണ്ട ഉയർച്ച പ്രാപിച്ചു, നന്മ പ്രാപിച്ചു, അവരും ഇവരും എല്ലാം അനുഗ്രഹിക്കപ്പെട്ട് ഞാനോ ഇപ്പോഴും കഷ്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. എന്നിട്ട് വേണമെങ്കിൽ ഒരു പാട്ടും കൂടെ പാടും. ജീവിതമിന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനെ വന്ന്, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. ആ പാട്ട് കേൾക്കുമ്പോൾ അറിയാം ഉള്ള ജീവനും കൂടെ പോയിരിക്കുകയാണെന്ന്. സ്വത്രം. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, സമർത്ഥിയായ ജീവൻ തന്ന എൻ്റെ കർത്താവ് ജീവനെ എടുക്കത്തില്ലെന്ന് ആദ്യം വിശ്വസിക്കുക. ആവശ്യമില്ലാതെ തകർന്ന് പാടാതെ തളർന്ന് പാടാതെ ആത്മാവിൽ പാട്. കർത്തനെ എത്ര അനുഗ്രഹങ്ങളയ്യോ നഷ്ടമാക്കി ഈ ജീവിതം. സ്വത്രം. ഞാൻ കാരണമാ നീ തന്ന അനുഗ്രഹമെല്ലാം നഷ്ടമായത്. എൻ്റെ വിശ്വാസമില്ലായ്മ കൊണ്ടാണ് എനിക്ക് വരേണ്ടുന്ന അനുഗ്രഹമെല്ലാം മാറ്റപ്പെട്ടു പോയത്. ഞാൻ നിലനിൽക്കാതെ ലോകത്തിൽ നോക്കിയത് കൊണ്ടാ എൻ്റെ നന്മ കുറഞ്ഞു പോയത്. ഇത് പറയണം സഹോദരങ്ങളെ, എൻ്റെ കർത്താവ് കുറയ്ക്കാനല്ല വിളിച്ചത്, നിറയ്ക്കാനാണ് വിളിച്ചത് കേട്ടോ. ലോകത്തെ നോക്കി കുറഞ്ഞവരെ കണ്ടിട്ട് നീ കുറഞ്ഞു പോയെന്നല്ല പറയേണ്ടത്, നിറഞ്ഞവരെ കണ്ടിട്ട് പറയണം അവരെ നിറപ്പാൻ കഴിയും. അതിലും വലിയതായി എൻ്റെ ദൈവത്തിന് എന്നെ നിറയ്ക്കാൻ കഴിയും. ഈ വിശ്വാസം വേണം അകത്ത്. സ്വത്രം. ദൈവം എല്ലാ മനുഷ്യരെയും ഒരുപോലെ അനുഗ്രഹിക്കാൻ മനസ്സുള്ളവനാണ്. സ്വത്രം. പക്ഷെ എന്തുകൊണ്ടാണ്
ഈ അനുഗ്രഹത്തിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് പലപ്പോഴും സ്വത്രം കുറഞ്ഞും കൂടിയൊക്കെ ആയിരിക്കുന്ന സ്വത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം ഇങ്ങനെ പറയുന്നുണ്ട്. സ്വത്രം ഈ റബ്ബർ വെട്ടുന്ന ആ ചിരട്ട, പാല് വരുന്ന ചിരട്ട, ഈ മഴക്കാലത്ത് നൂന്നിരുന്നാൽ നിറച്ച് മഴ പെയ്യുമ്പം വെള്ളം വരും. അത് ചരിഞ്ഞിരുന്നാൽ സ്വത്രം പകുതി വെള്ളവും ആ ചിരട്ടയ്ക്കകത്തുനിന്ന് താഴെ പോകും. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. സ്വത്രം നേരെ ഇരുന്നാൽ നിറയും, ചരിഞ്ഞിരുന്നാൽ കുറച്ച് തൂകിപ്പോകും. സ്തോത്രം. അപ്പം നമ്മൾ എങ്ങനെ ഇരിക്കണമെന്ന് നാം അങ്ങ് ചിന്തിച്ചോണം, തീരുമാനിച്ചോണം. എന്നിട്ട് അയ്യോ ആ പാത്രത്തിനകത്ത് നിറച്ചുണ്ടായിരുന്നല്ലോ, ഈ പാത്രത്തിനകത്ത് കുറച്ചേ ഉള്ളെന്ന് പറഞ്ഞ് പിറുപിറുക്കാതെ ഉള്ളത് ആമേൻ പറഞ്ഞങ്ങ് വാങ്ങിക്കുക. സ്തോത്രം. കാരണം അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ വിചാരകനാക്കും. പക്ഷെ നമുക്ക് അല്പത്തിൽ വിശ്വാസം ഉണ്ടോ? വിശ്വാസമില്ല. പക്ഷെ അധികത്തിൽ വിചാരകനാകണം. അത് ഭയങ്കരമാണ്. സ്വത്രം. അധികത്തിൽ വിചാരകനാകണം. നമ്മുടെ എല്ലാവരും ചിന്ത അതാണ്. പക്ഷെ വിശ്വാസം എവിടെയാ? അല്പമേ ഉള്ളൂ. സ്വത്രം. ഉള്ളതിനനുസരിച്ചല്ലേ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. സ്വത്രം. അതുകൊണ്ട് ഒഴിഞ്ഞതിനെല്ലാം ഈ ദിവസങ്ങൾ നിറയ്ക്കണം. സ്വത്രം. ഒഴിഞ്ഞതിനെല്ലാം നിറയ്ക്കണം. സ്വത്രം. ആ വിധവ, പ്രവാചകൻ്റെ ഭാര്യയായ വിധവ നോക്ക്, തൻ്റെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ വന്നപ്പോൾ അവൾ എങ്ങോട്ടാണ് ഓടിയത്? സ്വത്രം. ബാങ്കിലെ പലിശക്കടത്തിനല്ല ഓടിയത്. സ്വത്രം. ദൈവപുരുഷൻ്റെ അടുക്കിലേക്കാണ് പോയത്. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവപാദപീഠത്തിൽ വന്നിരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. ഓടി നടന്നാൽ പരിഹാരം ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രശ്നം തീരത്തുമില്ല. സ്വത്രം. ഈ നല്ല രാത്രികാലം നിങ്ങളോട് പറയട്ടെ, സർവശക്തനായ ദൈവം നിന്നെ വിളിച്ചെങ്കിൽ നിന്നെ വഴിയിലിട്ടച്ച് പോകത്തില്ലെന്ന് നീ വിശ്വസിക്ക്. നീ ആഗ്രഹിക്കുന്നവരായിരിക്കത്തില്ല പലപ്പോഴും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കടന്നു വരുന്ന. സ്വത്രം. നീ കാണുന്നവർ പലരുമായിരിക്കത്തില്ല നിൻ്റെ ആവശ്യങ്ങൾക്ക് മതിയായി വരുന്നവർ. സ്വത്രം. എൻ്റെ കർത്താവ് നമ്മുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അപ്പുറത്താ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ഈ നല്ല രാത്രികാലം പറയട്ടെ, ആ സഹോദരി നോക്ക്, പ്രവാചകൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞൊരു വാക്കൊന്ന് ശ്രദ്ധിക്കണേ. പ്രവാചകൻ്റെ അടുക്കൽ പറയുമ്പോൾ സ്വർഗത്തിലെ അത് കേട്ടോണ്ട് നിൽക്കുക. സ്വത്രം. പ്രവാചക പുരുഷനെ, ദൈവപുരുഷനെ, സ്വത്രം. എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസനായിരുന്നു. സ്വത്രം. അവൻ മരിച്ച വിവരം നിനക്കറിയാം. എന്നാൽ അവൻ പോയപ്പം വലിയ നന്മയൊന്നും ഞങ്ങൾക്ക് തന്നിട്ടല്ല പോയത്. ഞങ്ങൾക്ക് തീർത്താൽ തീരാൻ കഴിയാത്ത ഒരു വലിയ കടഭാരം. ഇപ്പം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അടിമകളായി പിടിക്കപ്പെടേണ്ടതിന് ഇതാ കടക്കാരൻ്റെ വീടിന് ചുറ്റും വന്ന് നിൽക്കുന്നു. ഞങ്ങൾ എന്തു ചെയ്യണ്ടു? സ്വത്രം. ദൈവപുരുഷൻ എന്ത് പറഞ്ഞു? ഒരു 10,000 രൂപ ഇഞ്ഞു കൊണ്ടുവാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. സ്വത്രം. ഞാൻ 10,000 രൂപ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് പണം ഇന്നെ പൊഴിഞ്ഞ് കിട്ടും. സ്വത്രം. ഇല്ലേ? സ്വത്രം. നമ്മളങ്ങനല്ലേ പറയുന്നത്. സ്വത്രം. ഞാൻ പ്രാർത്ഥിക്കണോ? ഒരു 1000 രൂപ ഫീസ് തരണം. സ്വത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണോ? ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യണം. സ്വത്രം. അല്ലേ? സ്വത്രം. പ്രാർത്ഥിച്ച് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ 10,000 രൂപ ഇവിടുത്തെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യണം. സ്വത്രം. ഇങ്ങനെ സെൻഡ് ചെയ്തും പ്രോഗ്രാം ചാർട്ട് ചെയ്തും ഒക്കെ അവരൊക്കെ കോടീശ്വരന്മാരായി മാറിയതല്ലാതെ ഒരു ദൈവപ്രവൃത്തിയും വെളിപ്പെട്ടില്ല. എന്നാൽ പറയട്ടെ, പണം കൊടുത്താൽ കിട്ടുന്നതല്ല ദൈവകൃപ കേട്ടോ. സ്വത്രം. പണം കൊടുത്താൽ കിട്ടുന്നതല്ല ദൈവസ്നേഹം കേട്ടോ. പണം കൊടുത്താൽ കിട്ടുന്നതല്ല ദൈവസാന്നിധ്യം കേട്ടോ. സ്വത്രം. പണം കൊടുത്താൽ കിട്ടുന്നതല്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പിന്നെ എങ്ങനെ കിട്ടുന്നതാ? തകർന്നും നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ കരയണം, പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം സകലതും തന്ന് നിറയ്ക്കും. കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് കാശ് തീരുമ്പോൾ തീരും. സ്വത്രം. കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് കാശ് തീരുമ്പോൾ വാങ്ങിച്ചതും തീരും. 1, 2 കാശ് മോഹിച്ച് പോയിക്കഴിഞ്ഞാൽ ആ കാശ് തീരുമ്പോൾ മോഹിച്ചതെല്ലാം നിന്നെ കൈവിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് പണത്തേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കൃപയൊന്ന് തിരിച്ചറിഞ്ഞിട്ട്, ഒന്നുമില്ലെങ്കിലും ഉണ്ണാനും ഉടുക്കാനും ഇല്ലെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ കൃപ മതി എന്ന് പറഞ്ഞാൽ സ്വത്രം
ഉണ്ണാനും കിട്ടും, ഒടുക്കാനും കിട്ടും. സ്വത്രം, സ്വത്രം, സ്വത്രം. വിശ്വാസം അത് നിന്റെ അകത്ത് പൂർണ്ണമാകണം. 25 വർഷം ദൈവം തരും, ദൈവം തരും, ദൈവം തരും, ദൈവം തരും എന്ന് പറഞ്ഞ് സ്വത്രം നടന്നിട്ട് 25ാമത്തെ വർഷമാണ് അബ്രഹാമിനൊരു കുഞ്ഞിനെ ദൈവം കൊടുത്തത്. സ്വത്രം. 11 വർഷം ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കും, ഞാൻ വലിയവനാകും, ഞാൻ വലിയവനാകും, എല്ലാവരെക്കാൾ വലിയവനാകും എന്ന് ചിന്തിച്ച് ഞാനും നടന്നവനാ. അവസാനം 11 വർഷം 9 വാടക വീട് മാറിയതല്ലാതെ ഒരു ഉയർച്ചയും കണ്ടില്ല. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുക? ഇനി ഈ ദൈവത്തെ സേവിക്കത്തില്ല, ഈ ദൈവത്തെ പിൻപറ്റത്തുമില്ല. സ്തോത്രം. അതല്ല ഞാൻ പറഞ്ഞത്. എന്ത് കഷ്ടം സഹിക്കേണ്ടി വന്നാലും എൻ്റെ യേശുവപ്പനെ വിട്ടേച്ച് ഞാൻ പോകത്തില്ല. കാരണം എന്തെന്നറിയാമോ? എബ്രായർക്ക് ലേഖനത്തിനകത്ത് 12-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്ന, ഒന്ന് വായിച്ചു നോക്കിയാൽ. സ്വത്രം. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അതുകൊണ്ട് ഓട്ടം എങ്ങനെ ഓടണം? തെളക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞോടാനല്ല പറഞ്ഞത്, സ്ഥിരതയോടെ ക്രിസ്തുവിനെ നോക്കി ഓടണം. എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. എൻ്റെ മുൻപിൽ നിന്നവരൊക്കെ ദൈവത്തിൻ്റെ മഹത്വം പ്രസംഗിക്കുന്നേ കേട്ടുള്ളൂ. ദൈവത്തിനെ സേവിക്കണമെങ്കിൽ തകർന്നു പോയെന്ന് പറയുന്നത് ഞാൻ കേട്ടില്ല. ആ വിശ്വാസം എൻ്റെ അകത്തുണ്ടായിരുന്നു. സ്തോത്രം. ആ വിശ്വാസം എൻ്റെ അകത്തുണ്ടായിരുന്നു കൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയട്ടെ, ലോകം മുഴുവൻ നിനക്ക് എതിര് നിന്നാലും വാഗ്ദത്തങ്ങൾ വിശ്വസ്തനെ കർത്താവ് നിനക്ക് അനുകൂലമായി ഉണ്ടെന്ന് നീ വിശ്വസിച്ചാൽ നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. സ്തോത്രം. താഴ്ച പ്രാപിക്കുകയില്ല. സ്തോത്രം. കാരണം നിന്നെ താഴ്ത്താനല്ല ദൈവം വിളിച്ചത്, താഴെ കിടന്നിടത്തു നിന്ന് നിന്നെ ഉയർത്താൻ വിളിച്ചതാ. അങ്ങനെയാണെങ്കിൽ ഇന്നുവരെയും നിന്നതല്ല നീ, ദൈവം നിന്നെ നിർത്തിയതാണെന്ന് നീ ഉറച്ചു വിശ്വസിക്ക്. സ്തോത്രം. ഏലിയാവ് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. സ്തോത്രം. ഏലിശ വിധവയോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ കർത്താവും നിങ്ങൾ ഒരു കാര്യം പറഞ്ഞുള്ളൂ, വിശ്വസിക്ക്, നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്ക്, നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഏലിയാവിനോട് നമുക്കൊന്ന് ചോദിക്കാം, ഏലിയാവേ, കർമ്മേലിൻ്റെ കൊടുമുടിയിൽ നിന്ന് നീ പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം എന്താ ഏലിയാവേ കണ്ടത്? സ്തോത്രം. എന്നോട് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്തത്തിൻ്റെ നിവർത്തി ഞാൻ കണ്ടു. സ്തോത്രം. ആ വാഗ്ദത്തത്തിൻ്റെ നിവർത്തി ഞാൻ കണ്ടു. എന്നോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായിരുന്നുവെന്ന് ഞാൻ കണ്ടു. സ്തോത്രം. ആ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ പറയുന്ന ഒരു വാക്കുണ്ട്, സ്തോത്രം. എന്നോട് പ്രവാചകൻ പറഞ്ഞത് കേട്ട് അനുസരിച്ചപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ കൂടെ പിൻപറ്റുന്ന ഏതൊരു വ്യക്തി ഉണ്ടെങ്കിലും അവർ തകർന്നു പോയ ചരിത്രം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഈ തിരുവചനം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത ഒരു വ്യക്തി പോലും ഭൂമിയിൽ നശിച്ചു പോയ ചരിത്രമില്ല കുഞ്ഞേ. പലരും പറയും ആ ബാധ, ഈ ബാധ, മറ്റേ ബാധ, മറിച്ചേ ബാധ. സ്തോത്രം. നിന്നെ തകർക്കും, നിന്നെ മുടിക്കും, നിൻ്റെ മക്കളെ ഇല്ലാതാക്കും. സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ ദൈവ പൈതലേ, നീ പേടിച്ചു പോകരുത്. ഓർക്കണം, മക്കൾ യഹോവ നൽകുന്ന ദാനമാ. സ്വത്രം. ഒരലേലിയ പറഞ്ഞു. സ്വത്രം. മക്കൾ യഹോവ നൽകുന്ന ദാനം, കുടുംബം ദൈവം തന്നത്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ മക്കൾക്ക് കുടുംബം തന്ന് മക്കളെ പരിപാലിക്കാൻ അപ്പനും അമ്മയ്ക്കും ആരോഗ്യവും ബലവും തന്ന് ഇവിടുത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് മഹത്വം കൊടുത്താൽ നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. നിൻ്റെ കൈയുടെ ബലം കൊണ്ട്, നിൻ്റെ ബുദ്ധിയുടെ വൈഭവം കൊണ്ട്, നിൻ്റെ പണത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് നീ ഉയർത്തപ്പെട്ടതെന്ന് പറഞ്ഞ് ഭാവിക്കുന്നത് മീതെ ഭാവിച്ചു ഉയർത്തപ്പെട്ടാൽ നീ തകർക്കപ്പെടുമ്പോൾ ആരും കാണത്തില്ല.
ആ തകർച്ചയിൽ നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ഒരു വ്യക്തിയും വരത്തില്ല എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. പക്ഷേ സർവശക്തനായ ദൈവം, സ്തോത്രം, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് അവൻ വാക്കുമാറാതെ കൂടെ നിന്നവനാ. അങ്ങനെയെങ്കിൽ ഏലിയാവിന് പറയുവാൻ ഒന്നുണ്ട്. എന്നോട് വാക്ക് പറഞ്ഞ കർത്താവ് വിശ്വസ്തനായിരുന്നു. ആ വിശ്വസ്തത എന്നോടുകൂടെ തീർന്നില്ല. എന്നെ അനുഗമിച്ച എൻ്റെ ശിഷ്യനായ ഏലീശയിലേക്ക് ആ വാഗ്ദത്തം ഞാൻ പകർന്നു. സ്തോത്രം. ഈ നല്ല പകലിൽ പറയട്ടെ, നീ മാത്രമല്ല കുഞ്ഞെ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്, നിൻ്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ തലമുറ ദൈവത്തിന് വേണ്ടി എന്നാൽ അവരുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയുടെ ബാക്കി പത്രങ്ങളാണ് നിങ്ങളും ഞാനും. എന്നാൽ എൻ്റെ യേശുവപ്പനെ തള്ളി പറഞ്ഞവരെല്ലാം കഷ്ടത്തിലൂടെ കടന്നുപോയപ്പോൾ നെഞ്ചു കൊടുത്ത് യേശുവപ്പനെ സ്വീകരിച്ചവർ ഭൂതലത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ഈ നല്ല രാത്രികാലം നിങ്ങളോട് പറയട്ടെ, എന്തെല്ലാം വന്നാലും കർത്താവിൻ്റെ പിന്നാലെ സന്തോഷമായി യാത്ര ചെയ്യുന്ന പാടുക മാത്രമല്ല, ആ പാട്ടിനകത്ത് ജീവിച്ച ഒരു പറ്റം ഭക്തന്മാർ ഇന്നും നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട്: മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിയുടെ മുകൾപ്പരപ്പിൽ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന്. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിയും ഭൂതലത്തിൽ നഷ്ടപ്പെട്ടു പോയ ചരിത്രമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകരുത്. അവസാന നിമിഷത്തിൽ പോലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമെന്ന് വിശ്വസിക്കണം. സ്തോത്രം. നോഹ എത്ര വർഷം പ്രസംഗിച്ചു? എത്ര വർഷം നോഹ പ്രസംഗിച്ചു? മഴ വരുന്നു, മഴ വരുന്നു എന്ന് പറഞ്ഞോ, കുറച്ച് പറ. 120 വർഷം പ്രസംഗിച്ചു. ഒരായുസിൻ്റെ നല്ലൊരു ഭാഗവും മഴ വരുന്നു, മഴ വരുന്നു, മഴ വരുന്നു എന്നാണ് പ്രസംഗിച്ചത്. മാനസാന്തരപ്പെട്ടോ? സ്വത്രം. മാനസാന്തരപ്പെട്ടോ? മഴ വന്ന് നമ്മെ മുക്കിക്കൊല്ലും. കേട്ടോ? ആരും കേട്ടില്ല. സ്വത്രം. കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് സർവശക്തനായ ദൈവം പറഞ്ഞ്, നോഹേ, ഒരു പെട്ടകം ഉണ്ടാക്കിക്കോ. ഈ ജനം അനുസരിക്കത്തില്ല, അവർ കേട്ടാലും അതിന് ചെവി തരത്തില്ല. അതുകൊണ്ട് നീ ഒരു പെട്ടകമുണ്ടായിക്കോ. ആ പെട്ടകത്തിന് ഇത്രയടി നീളം, ഇത്രയടി വീതി, ഇത്രയടി ഉയരം, എല്ലാം കണക്ക് പറഞ്ഞത് ആരാന്നറിയാമോ? സ്വത്രം. സ്വത്രം. നമ്മൾ പലപ്പോഴും കണക്ക് പറയാറുണ്ട്. ആരോട്? ആരോട്? ദൈവത്തോട് പറയുമോ? ഇല്ല. ലോകത്തിലെ മനുഷ്യരോട് കണക്ക് പറയും. പക്ഷേ കണക്ക് പറയുന്നത് ദൈവത്തോട് കണക്ക് പറയണം. സ്വത്രം. ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയട്ടെ, കണക്ക് പറയുന്നെങ്കിൽ ദൈവത്തോട് കണക്ക് പറയണം. അങ്ങനെ കണക്ക് നീ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം തിരിച്ചൊരു ചോദ്യം ചോദിക്കും: എവിടെയെങ്കിലും നിനക്ക് കുറച്ചിട്ടുണ്ടോയെന്ന്. സ്വത്രം. എവിടെയെങ്കിലും മോനെ മോളെ നിനക്ക് കുറച്ചിട്ടുണ്ടോ? ഞാൻ നീ പറഞ്ഞതിലും അധികമല്ലേ നിനക്ക് തന്നത്? സ്വത്രം. ജലപ്രളയം വന്നു. ആരും നോഹയുടെ വാക്ക് കേട്ടില്ല. പക്ഷേ പ്രസംഗിയായ നോഹ കുടുംബം രക്ഷപ്പെട്ടു. ഇതുപോലെ ലോകം മുഴുവനും ഈ ദൈവത്തിൻ്റെ വചനത്തെ തിരസ്കരിച്ചാലും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുന്ന യേശുവിനെ നോക്കി നീ ദൈവത്തെ മുറുകെ പിടിച്ചാൽ നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. സ്വത്രം. കാരണം വചനം ഇങ്ങനെ പറയും: നീതിമാൻ ആരുണ്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുന്നു. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി നശിക്കാതിരിക്കുന്നത് നീ എന്ന നീതിമതി, നീ എന്ന നീതിമാൻ ഉള്ളത് കൊണ്ടാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. സ്വത്രം. കോവിഡ് വന്നപ്പോൾ സകല മനുഷ്യരെയും വിഴുങ്ങിക്കളയാഞ്ഞത് നിൻ്റെ പ്രാർത്ഥന ഉയരത്തിലെത്തിയത് കൊണ്ടാണ്. സ്വത്രം. മാരകമായ രോഗം കടന്നു പിടിച്ചിട്ടും ആ രോഗത്തിന് നീ അടിമയായി വീണു പോകാതെ ഇരിക്കുന്നത് നിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവത്തിന് എത്തിയത് കൊണ്ടാണ്. സ്വത്രം. ലോകത്തിൻ്റെ മുമ്പിൽ തകർന്നു പലരും വീണപ്പോൾ നീ തകർന്നു പോകാതെ ഇരുന്നത് ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നതുകൊണ്ടാണ്. സ്വത്രം. നമ്മൾ പലപ്പോഴും പറയും, സ്വത്രം, ഓ ഞങ്ങളുടെ ജീവിതമോ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ ഞരങ്ങി പോവുക. സ്വത്രം. ഇടി കുഞ്ഞേ, എടാ കുഞ്ഞേ, നീ ഞരങ്ങുന്നു എന്ന് നീ പറയുമ്പോൾ നീ അനുഭവിക്കുന്ന നന്മ മറ്റൊരുത്തിനും അനുഭവിക്കാൻ പറ്റുന്നില്ലെന്നുള്ള കാര്യം ഓർക്കണം. സ്വത്രം. ചിക്കൻ്റെ നല്ലൊരു കാലിങ്ങനെ നല്ല ചൂട് എണ്ണയ്ക്കകത്ത് പൊരിച്ചിട്ടിങ്ങനെ കടിച്ച് പറിക്കുമ്പോൾ കോടികളുടെ പുറത്ത് കടന്നുറങ്ങുന്നവൻ തിന്നാൻ വിഷമിക്കുക. സ്വത്രം. അത് കണ്ടിട്ട് വെള്ളം വിഴുങ്ങുമ്പം അകത്ത് നിന്നുകൊണ്ട് ആൻറ്റി വിളിച്ചു പറയും, തൊട്ടുപോവല്. സ്വത്രം. സ്വത്രം. എന്താ
ഇതെല്ലാം കൂടെ വലിച്ചു വാരി തിന്ന് നിങ്ങൾക്ക് വല്ല കൊരളയും വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കാൻ കാണത്തില്ല. സ്വത്രം. ഞാനിങ്ങനെ പറയട്ടെ, ഈ കാലം ഇത്രയും വെള്ളം കുടിക്കാതെ ഉണ്ടാക്കി തിന്നാനുള്ള ഭാഗ്യമില്ല. പക്ഷേ ദൈവമേ, വലിയ വീടില്ലെങ്കിലും വലിയ കാറില്ലെങ്കിലും CCTV ക്യാമറ ഇല്ലെങ്കിലും സ്വത്രം, നടന്നു പോകാനൊരു ചെരുപ്പ് തന്ന ദൈവത്തിന് സ്തോത്രം പറ. സ്വത്രം. കിടന്നുറങ്ങിയിട്ട് സുഖമായി രാവിലെ എഴുന്നേൽക്കാൻ കൃപ തരുന്ന ദൈവത്തിന് സ്തോത്രം പറ. കോടികളുടെ പുറത്തല്ല നീ കിടന്നുറങ്ങണം, ദൈവത്തിൻ്റെ കരത്തിൽ നീ ഉറങ്ങണം. സ്വത്രം. ദൈവത്തിൻ്റെ കരത്തിൽ നീ ഉറങ്ങാൻ നീ തയ്യാറായാലുണ്ടല്ലോ, നിനക്ക് വേണ്ടതെല്ലാം എത്ര കോടി വേണമെന്ന് പറഞ്ഞാലും എൻ്റെ സ്വർഗത്തിലെ നിൻ്റെ കരത്തിൽ തന്ന് നിറപ്പാൻ എൻ്റെ കർത്താവ് ശക്തനാ. അതുകൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണം. സ്വത്രം. പക്ഷെ നമ്മളോ അതാണോ അന്വേഷിക്കാറുള്ളത്? എനിക്ക് എന്ത് കിട്ടും? സ്വത്രം. അതല്ലേ സ്വത്രം. അബ്രഹാമും ചോദിച്ചില്ല ഒരു ദിവസം, നീ എനിക്ക് എന്ത് തരും? തരാമെന്ന് പറയുന്ന അല്ലാതെ എനിക്ക് മക്കളെ തന്നില്ലല്ലോ. സ്വത്രം. ദൈവത്തിന് മനസ്സിലായി ഇനി അവനോട് കൂടുതൽ ചോദിപ്പിച്ച പ്രശ്നമാണ്. സ്വത്രം. അത് ദൈവത്തിനറിയാം. നമ്മുടെ സ്വഭാവം മൊത്തം അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ തലയിലെ ഒരു മുടിനാര് കൊഴി അത് എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന ദൈവം നമ്മുടെ ചിന്ത അറിയത്തില്ലയോ? സ്വത്രം. ദൈവത്തിന് മനസ്സിലായി ഇനി അവൻ അധികകാലം നിൽക്കത്തില്ല, അവൻ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സ്വത്രം. കാരണം പക്ഷേ സ്വർഗത്തിലെ അപ്പൻ അതിനും ബുദ്ധിയുള്ളവനാണ്. സ്വത്രം. സ്വർഗത്തിലെ അപ്പൻ ചോദിച്ച്, നീ അകത്തിരുന്നുകൊണ്ട് ചുമ്മാ പിറുപിറുക്കാതെ ഇനി പുറത്തു വിടാ. സ്വത്രം. നമ്മൾ അകത്തിരുന്നല്ലേ പിറുപിറുക്കുന്നത്. സ്വത്രം. പുറത്തിറങ്ങിയാൽ എന്ത് ഡീസൻ്റാണെന്നറിയാമോ? സ്വത്രം. നമ്മളെപ്പോലെ പാവത്തിങ്ങളെ വേറെ ഇല്ല. അകത്തിരുന്ന് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും. സ്വത്രം. അതും കൂടെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ് ഇറങ്ങി വാ. സ്വത്രം. ഇറങ്ങി വന്നപ്പോൾ ഇവൻ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങൽ വട്ടം നോക്കി പറ, മേലോട്ട് നോക്കടാന്ന്. സ്വത്രം. എന്തൊരു ദൈവമാ. സ്വത്രം. അടങ്ങി ഒതുങ്ങി വീടിനകത്തിരുന്ന് എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചാലും ഈ ദൈവം സമ്മതിക്കത്തില്ല. സ്വത്രം. കുഞ്ഞേ, നിന്നെ ദൈവം വിളിച്ചത് അടങ്ങിയിരിക്കാനല്ല കേട്ടോ. സ്വത്രം. അധിക ദൂരം നിനക്ക് പോകാനുണ്ട്. അധികം ദൈവത്തിൻ്റെ മഹത്വം കാണാനുണ്ട്. സ്തോത്രം. അധികം ദൈവത്തിന് വേണ്ടി നിന്നെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. അതുകൊണ്ട് നീ അകത്തിരുന്ന് പിറുപിറുക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. നീ പുറത്തു വന്ന് ദൈവത്തിൻ്റെ മഹത്വം നിന്റെ കണ്ണുകൊണ്ട് കാണുന്നില്ല, നിന്നെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നത്. അബ്രഹാമിനോട് പറയുക, ആകാശത്തിലോട്ട് നോക്ക്. സ്വത്രം. നമ്മളാണേ പറഞ്ഞനെ അങ്ങോട്ട് നോക്കിയാൽ കുറേ നക്ഷത്രങ്ങളല്ല, വേറൊന്നും കാണത്തില്ല. അങ്ങോട്ട് നോക്കിയിട്ട് എന്ത് കാര്യം? എനിക്ക് സന്തതി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നക്ഷത്രത്തെ നോക്കി നടന്നാൽ മതിയോ ദൈവമെന്ന് ചോദിക്കും. സ്വത്രം. പക്ഷെ ചോദിക്കുമെന്ന് ദൈവത്തിന് അറിയാം. കാരണം 25 വർഷമായി. സ്വത്രം. അതുകൊണ്ട് ചോദിക്കുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞു ഇതുപോലെ മക്കളെ തരുമെന്ന്. കൊള്ളാമല്ലട ഈ ദൈവം, നല്ല ദൈവമാണല്ലോ. അത് മാത്രം പോരാ മോനെ, താഴോട്ട് നോക്ക്. നീ നിൽക്കുന്ന മരുഭൂമിയിലെ മൺതരി ഉണ്ടല്ലോ, ഇതുപോലെ നിനക്ക് സന്തതി തരും. സ്വത്രം. അന്നേരം വരെ ഈ ചാഞ്ചാടുന്ന മനസ്സുമായിട്ടിരുന്ന അബ്രഹാമിൻ്റെ അകത്ത് എന്തു വന്നെന്നറിയാമോ? ഒരു നല്ലൊരു ഹല്ലേലൂയ എന്നൊരു വാക്ക് വന്നു. സ്വത്രം. കാരണം താൻ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തൊരു വാഗ്ദത്തം. ഇനി എന്തുകൊണ്ടാണ് അബ്രഹാം ആ നിമിഷം ഹല്ലേലൂയ പറഞ്ഞെന്നറിയാമോ? ഇറങ്ങിത്തിരിച്ച ആ ദിവസം മുതൽ ഈ 25ാമത്തെ വർഷം തികയുന്ന സമയം വരെയും നടത്തിയ വിധങ്ങളെ ഓർത്തു. സ്വത്രം. കരുതിയ നന്മകളെ ഓർത്തു. അപ്പോൾ ആ വാഗ്ദത്തം കൂടെ കേട്ടപ്പോഴത്തേക്ക് സന്തോഷം കൊണ്ട് തുള്ളിക്കൊണ്ട് അവർ ഹല്ലേലൂയാന്ന്. സ്വത്രം. നമ്മളാണെങ്കിലോ പറയുവോ? മക്കളെ കണ്ടിട്ടല്ലാതെ, മക്കളെ ഞാൻ എൻ്റെ കയ്യിൽ എടുത്തിട്ടല്ലാതെ, ഞാനവനെ കളിപ്പിച്ചിട്ടല്ലാതെ. ദൈവത്തിന് ഇങ്ങനെയൊക്കെ ഒത്തിരി വാഗ്ദത്തങ്ങളൊക്കെ പറയാൻ പറ്റും. പക്ഷേ എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. സ്വത്രം. താമസിക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോണേ, തരാൻ പോകുന്നത് നല്ലതാ, ശ്രേഷ്ഠ
ശ്രേഷ്ഠമായത്, മറ്റാർക്കും കൊടുത്തിട്ടില്ലാത്തതാ. അതുകൊണ്ട് വിശ്വസിക്കുക. നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. അവൻ നിനക്ക് നിൻ്റെ വാഗ്ദത്തങ്ങൾ നിൻ്റെ മുമ്പിൽ നിവർത്തിക്കുമ്പോൾ സ്തോത്രം, അത് ഏറ്റവും മേത്തരമായതും ഏറ്റവും ശ്രേഷ്ഠമായതുമായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം പറയട്ടെ, കർമ്മേലിൻ്റെ കൊടുമുടി നിന്ന ഏലിയാവ് ദൈവത്തിൻ്റെ മഹത്വം കണ്ടെങ്കിൽ വിശ്വസിക്കുന്ന നീയും ദൈവത്തിൻ്റെ മഹത്വം കാണും. ലോകം മുഴുവനും നിൻ്റെ മുമ്പിൽ എതിരായി നിന്നാലും കർത്താവ് അനുകൂലമായി ഇറങ്ങി വരും. അന്ന് നിൻ്റെ തല കുനിഞ്ഞല്ല ഇരിക്കാൻ പോകുന്നത്, നിൻ്റെ തല ഉയർന്നിരിക്കും. മാത്രമല്ല, നിൻ്റെ നാവിൽ ഒരു പുതിയ പാട്ടുമുണ്ടായിരിക്കും. അത് ദൈവത്തിന് സ്തുതിയായിരിക്കും. സ്തോത്രം. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ ശക്തനേ, ഇത്തരയിൽ നന്ദിയോടെന്നും നിന്നെ വാഴ്ത്തി പാടിടും ഞാൻ. ആ പാട്ട് എന്നും ഹൃദയത്തിനകത്തുനിന്ന് ഉയർന്നു വരേണ്ടതിന് കർത്താവ് നിൻ്റെ കൂടെ ഇരിക്കും. അതുകൊണ്ട് എന്ത് പ്രതികൂലം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും കർത്താവിനെ കൈവിടത്തില്ല. ഇതിനെ അതിജീവിപ്പുള്ള കൃപ എനിക്കവൻ തരും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മടങ്ങാം. ഈ വചനങ്ങളുള്ള സ്വർഗ്ഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.